ഉണ്ടാക്കുന്ന ഫസ്റ്റ് ഡേ അതിൻ്റെ പേരിലാണ് എല്ലാ അടുപ്പും കത്തിക്കാത്തത്. അപ്പോൾ എന്താ ഇവിടെ വേറൊരു അടുപ്പ് സംഭവം കത്തുന്നുണ്ട്. ആക്ച്വലി ആ ഒരു ചട്ടിയുടെ കളറാണ് പാം ഓയിലിൽ സംഭവം. അത് സെറ്റാക്കിയിട്ട് തിളച്ചതിന് ശേഷം എന്താ ഇതുപോലെ നല്ല രീതിയിലും വളരെ നീറ്റായിട്ട് തന്നെ സംഭവം അതിൻ്റെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ മേക്കിംഗ് ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്, ബാലൻസ് സംഭവം അതിലോട്ട് ഇടുന്നു. ഇവിടെ സംഭവം റെഡിയായിട്ട് തൊട്ടടുത്തുള്ള പഞ്ചസാര ലായനി ഒഴിച്ചിട്ടുള്ള ആ ഒരു ചട്ടിയിലോട്ട് സംഭവം ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് തൊട്ടപ്പുറത്തോട്ടുള്ള ഇതിലോട്ട് സംഭവം വയ്ക്കുന്നത്. കേസ് തേൻകുഴൽ എന്ന ജിലേബി മേക്കിംഗ് ആണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പുറത്തെ സൈഡ് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് തിളയ്ക്കും കേട്ടോ. പെട്ടെന്ന് നല്ല രീതിയിലൊന്ന് തിളച്ചതിന് ശേഷമാണ് ആക്ച്വലി അത് ഇപ്പുറത്തുള്ള പഞ്ചസാര ലൈനിലോട്ട് വേണ്ടത്. ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ആ അപ്പം മാറ്റിയിടുന്നുണ്ട്. അതുപോലെ സംഭവം ചെയ്യണം. ഇതുപോലെ കശു വണ്ടി ഉണക്കിയ സാധനമാണ്. അതിൻ്റെ വേസ്റ്റാണ് സംഭവം നമുക്ക് കത്തിക്കാൻ വേണ്ടി വരുന്നത്. സംഭവം പഞ്ചസാര ലൈനിൽ മുക്കിയതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള ഇതിലോട്ട് സംഭവം മാറ്റുന്ന വിഷ്വൽസാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് തേൻകുഴൽ എന്ന ജിലേബി സംഭവം 1 കിലോ എவ்வளோ അണ്ണ? 1 കിലോ എவ்வளோ? 110. 1 കിലോ വന്നിട്ട് 110 രൂപയാണ് സംഭവം. നമ്മൾ ഫ്രണ്ടിലായതുകൊണ്ടാണ് 110 റേറ്റ് വരുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും അവരുടെ റേറ്റ് അനുസരിച്ചിട്ടല്ലേ അവർ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് തേൻകുഴൽ, അത് കൂടാതെ തന്നെ ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഒരു സൈഡിൽ പോകുമ്പം ഫുള്ളായിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ഫ്രണ്ടിലുള്ള കടയാണ് കേട്ടോ. ഫ്രണ്ടിലുള്ള കടേൻ്റെ പേരിൽ കുറച്ച് റേറ്റ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു.